ഞാൻ സേനാപതി വേണുവിലേക്ക് വരികയാണ്. സേനാപതി വേണു, ഇപ്പോൾ താങ്കളും കേട്ടിരിക്കും, അല്പനേരമായി ഈ വാർത്ത എയറിലുണ്ട്, വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട് കുടുംബം തന്നെ വിട്ടുനിന്നിരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ മുൻ KPCC പ്രസിഡന്റുമാരായ K. സുധാകരൻ വിട്ടുനിന്നിരിക്കുന്നു, K. മുരളീധരൻ വിട്ടുനിന്നിരിക്കുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നിരിക്കുന്നു. പ്രതികരണം. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാദിഖലി തങ്ങളും മുൻവറലി തങ്ങളും അവർ രണ്ടുപേരും ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി രാജ്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവര് വരാതിരിക്കുന്നത്. ഇനി ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്ന് പറയുന്നത് ഇത് ആരുടെയെങ്കിലും കല്യാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് UDF കൺവെൻഷനാണ്. UDF കൺവെൻഷനിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ അവരുടെ പാർലമെന്റ് MP ആയ ശ്രീ അബ്ദുൾ വഹാബും അതുപോലെ തന്നെ ലോക്സഭ MP ആയ ശ്രീ അബ്ദുൾ സമദ് സമദാനിയും ഇവരെല്ലാം പങ്കെടുത്തു. അവരുടെ എല്ലാം ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇനി പങ്കെടുക്കാത്തവരുടെ നിങ്ങൾ പറഞ്ഞത് ഒന്ന് K. സുധാകരൻ, മുൻ KPCC അധ്യക്ഷൻ; 2 ശ്രീ K. മുരളീധരൻ, അദ്ദേഹവും മുൻ KPCC അധ്യക്ഷൻ; 3 ശ്രീ രമേശ് ചെന്നിത്തല. ഞാൻ ചുമ്മാ തിരിച്ച് അങ്ങോട്ടൊരു കൗതുകത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഇടതുപക്ഷത്തിന്റെ യോഗത്തിൽ MA ബേബി പങ്കെടുത്തില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള ന്യായീകരണം പറയാം. പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ്, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് ശ്രീ MA ബേബിയാണ്. വേണമെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് പറയാം, ഇടതുപക്ഷത്തിന്റെ കൺവെൻഷനിൽ ശ്രീ MA ബേബി പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പോളിറ്റി ബ്യൂറോയിൽ നിന്ന് കേരളത്തിലുള്ള ഇന്ന അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല, ഇന്ന ആളുകൾ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടകൻ അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും സംഘടനാ കാര്യത്തിന്റെ ജനറൽ സെക്രട്ടറിയും, പിന്നെ ആ യോഗത്തിൽ കോൺഗ്രസിൽ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പങ്കെടുക്കാനോ കഴിയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട 1-2 നേതാക്കൾ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്നുള്ള പ്രധാന നേതാക്കളും, പിന്നെ ഘടകകക്ഷികളുടെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ നടക്കേണ്ട ഈ പരിപാടി, ആ പരിപാടിയിൽ മുൻ KPCC പ്രസിഡന്റുമാർ ആരെങ്കിലും പങ്കെടുക്കണമെന്നോ അങ്ങനെ പങ്കെടുക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്താൽ, രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പരിപാടികൾ ഉണ്ടായിരുന്നു, മറ്റ് നേതാക്കൾ പല കാരണങ്ങളാൽ അവർ മാറിയിരിക്കുന്നു. അതല്ലാതെ ആരെങ്കിലും മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് വരാത്തതായിട്ടോ അങ്ങനെ ഒരാളും ഈ പരിപാടിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന് പറയുന്നത് അതൊരു നിശ്ചിത എണ്ണം നേതാക്കൾ, താങ്കളുടെ മറുപടി കൃത്യമായ ഒരു വിശദീകരണമാണ്. പക്ഷേ അതേക്കുറിച്ച് മാധ്യമങ്ങൾ എന്ത് കരുതുന്നു, മാധ്യമപ്രവർത്തകർ എന്ത് കരുതുന്നു എന്നതുകൂടി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് വിവിധ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത വലിയ വാർത്തയായി തന്നെ സംപ്രേഷണം ചെയ്തിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ MA ബേബി LDF കൺവെൻഷന് എത്താതിരുന്നതുപോലെ ഒരു കാര്യമായി ഇവരാരും കരുതുന്നില്ല.